Hello dear friends, welcome to Target Learning App. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ USS 2023 എക്സാമിലേക്ക് വരുന്ന സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ യൂറോപ്പ് പരിവർത്തന പാതയിൽ എന്ന് പറയുന്ന ചാപ്റ്റർ, യൂറോപ്യൻ ട്രാൻസിഷൻ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ത്, ലോകത്തിലെ ചരിത്ര സ്മാരകങ്ങളിൽ ഹഗിയ സോഫിയ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹഗിയ സോഫിയ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഓപ്ഷൻ തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ഇറ്റലിയാണ്, ഓപ്ഷൻ ബി ഇംഗ്ലണ്ട്, ഓപ്ഷൻ സി തുർക്കി, ഓപ്ഷൻ ഡി ജർമ്മനി. അപ്പോൾ ഇതിൽ കൃത്യമായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടിയെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് എന്ത് ചെയ്യാം, അവിടെ കമൻറ്റ് രേഖപ്പെടുത്തണം. അപ്പോൾ ലോകത്തിലെ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നായിട്ടുള്ള ഹഗിയ സോഫിയ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഓക്കെ അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് എവിടെയാണ്? തുർക്കിയാണ്. തുർക്കിയിലാണ് എന്ത്, ഹഗിയ സോഫിയ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ. ഓക്കെ, കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കിയുടെ ക്യാപിറ്റലാണെന്ത്, കോൺസ്റ്റാന്റിനോപ്പിൾ. ഇപ്പോഴത്തെ പേര് അതിൻ്റെ ഇസ്താംബുൾ എന്നാണ് അതിൻ്റെ ഇപ്പോഴത്തെ പേര്. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സവിശേഷതകൾ, അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമാണെന്ന് പറയുന്നുണ്ട്, പണ്ഡിതന്മാരുടെ അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമാണെന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള പ്രവേശന കവാടമാണ്, എൻട്രി ആണെന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന് കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണെന്ത് ആൻസർ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആഫ്രിക്കയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള പ്രവേശന കവാടമാണെന്ത് തെറ്റായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നവോത്ഥാനം, റിനൈസൻസ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഈ ഒരു റിനൈസൻസ് എന്ന ഭാഗത്ത് നിന്ന് മിക്കവാറും രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒന്ന് കേരള റിനൈസൻസും അതുപോലെ തന്നെ കേരള നവോത്ഥാനവും, മറ്റൊന്ന് ലോക നവോത്ഥാനം, വേൾഡ് റിനൈസൻസിൻ്റെ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നവോത്ഥാന കാലത്ത് പ്രപഞ്ച രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്നതിന് സഹായകമായ ശാസ്ത്ര ഉപകരണം ഏതാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, റിനൈസൻസ് പീരീഡിൽ പ്രപഞ്ച രഹസ്യങ്ങൾ, അതായത് നമ്മുടെ സ്പേസുമായിട്ടുള്ള ഇൻഫോർമേഷൻസ്, രഹസ്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഏത് ശാസ്ത്ര ഉപകരണമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഓപ്ഷൻ എ കൊടുത്തത് ലോക്കോമോട്ടീവ് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ബി ഫ്ലൈയിങ് ഷട്ടിൽ കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ സി ടെലസ്കോപ്പ് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ഡി റോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻസ് കൃത്യമായിട്ട് വായിക്കണം. ഓപ്ഷൻ എ കൊടുത്തത് ലോക്കോമോട്ടീവ് ആണ്, ഓപ്ഷൻ ബി കൊടുത്തത് ഫ്ലൈയിങ് ഷട്ടിലാണ്, ഓപ്ഷൻ സി വരുന്നത് ടെലസ്കോപ്പ് ആണ്, ഓപ്ഷൻ ഡി റോക്കറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ടെലസ്കോപ്പ് ആണ്. ഓക്കെ, അപ്പോൾ ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ആരാണ്? ഗലീലി ആണെന്ത് ടെലസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം എന്ത് ചെയ്ത് കണ്ടെത്തിയത്. അപ്പോൾ ഇതാണെന്ത് നമ്മുടെ സ്പേസ് റിസർച്ചിന് അല്ലെങ്കിൽ നമ്മുടെ പ്രപഞ്ച രഹസ്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി സഹായിച്ച ഒരു ഉപകരണമാണെന്ത് ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ യൂറോപ്യന്മാരുടെ കടന്നുവരവിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അവരുടെ ട്രാവൽ, അവരുടെ യാത്രകളും അതുപോലെ തന്നെ അവർ വന്നെത്തിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളും അവർ കോളനി ആയിട്ട് മാറ്റിയിട്ടുള്ള ഒരുപാട് പ്രദേശങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഓക്കെ, അതിലൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ പോർച്ചുഗീസുകാരുടെ വരവ് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഓക്കെ, പോർച്ചുഗീസുകാരാണ് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന ഒരു യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത്, യൂറോപ്യൻ പവർ എന്ന് പറയുന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പോൾ പോർച്ചുഗീസുകാരുടെ അറൈവൽ, കടന്നുവരവ് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഓക്കെ, അപ്പോൾ ഇവിടെ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സ്പെഷ്യാലിറ്റികൾ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പ്രധാനപ്പെട്ട നേട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ചവിട്ട് നാടകം പ്രചരിപ്പിക്കുകയുണ്ടായി, മറ്റൊന്ന് അച്ചടി യന്ത്രത്തിൻ്റെ ഉപയോഗം വ്യാപകമാക്കുകയുണ്ടായി, മറ്റൊന്ന് കശുമാവ്, പുകയില, പൈനാപ്പിൾ എന്നിവ കൊണ്ടുവരികയുണ്ടായി. മറ്റൊരു പോയിന്റ് പറയുന്നത് ഹെർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഓക്കെ,
അപ്പോൾ പോർച്ചുഗീസുകാരുടെ സംഭാവനകളിൽ പെടാത്ത കാര്യം ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചത്. പോർച്ചുഗീസുകാർ കേട്ടോ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ, അല്ലേ, അതുപോലെ ഡച്ചുകാർ, പോർച്ചുഗീസുകാർ അല്ലേ. അപ്പോൾ ഒരുപാട് യൂറോപ്യൻ ശക്തികളൊക്കെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ യൂറോപ്യൻ ശക്തികളിലായി ആദ്യമായിട്ട് വന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണെന്ന് മനസ്സിലാക്കുക. 1498 1498 വാസ്കോ ഡി ഗാമ എന്ത് ചെയ്യുന്നത്? നമ്മുടെ കോഴിക്കോട് കാപ്പാട് നിന്ന് കപ്പലിറങ്ങുന്നത് അല്ലേ. അപ്പോൾ അതാണെന്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവമായിട്ടാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഈ പോർച്ചുഗീസുകാർ ഇതിൽ ഏത് കാര്യമാണ് അവരുടെ സംഭാവന അല്ലാത്തത്, കോൺട്രിബ്യൂഷൻ അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് മക്കളെ. ഹെർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചു. ഇത് തെറ്റായിട്ടുള്ള ഒരു ഉത്തരമാണ്. ഇത് തെറ്റായിട്ടുള്ള ഉത്തരമാണ്. കാരണം എന്താണ്? ഹെർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഗ്രന്ഥം ഇത് പ്രസിദ്ധീകരിക്കുന്ന ആരാണ്? ഡച്ചുകാരാണ് നമ്മുടെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്? അവരുടെ നമ്മുടെ ആ ഒരു പ്രാദേശികമായിട്ടുള്ള ഇന്ത്യയിലുള്ള ലതാദികളെക്കുറിച്ചും അല്ലെങ്കിൽ പ്ലാന്റ്സിനെ കുറിച്ചൊക്കെയുള്ള ഒരു പുസ്തകമാണെന്ത്? ഹെർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡച്ചുകാരാണെന്ത്? ഹെർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണെന്ത്? വിച്ച് യൂറോപ്യൻ റീച്ച് ഇൻ ഇന്ത്യ ഫസ്റ്റ് മേക്കിംഗ് യൂസ് ഓഫ് ദി ട്രേഡ് റൂട്ട് ഫ്രം യൂറോപ്പ്? അപ്പോൾ ഏത് യൂറോപ്യൻ ശക്തിയാണ് ട്രേഡിന് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി ആദ്യമായിട്ട് യൂറോപ്പിലേക്ക് വന്നിട്ടുള്ളത്? ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ദ ഡച്ച്, ഓപ്ഷൻ ബി ദ പോർച്ചുഗീസ്, ഓപ്ഷൻ സി ദ ഇംഗ്ലീഷ്, ഓപ്ഷൻ ഡി ദി അറബ്സ്. അപ്പോൾ ആൻസർ ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് അല്ലേ. ഇന്ത്യയിലേക്ക് ട്രേഡിന് ആദ്യമായിട്ട് വന്നിട്ടുള്ള യൂറോപ്യൻ പവർ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇൻ വിച്ച് ഇയർ ഡിഡ് വാസ്കോ ഡ ഗാമ ആൻഡ് ഹിസ് ടീം റീച്ച് ദി സീ പോർട്ട് ഓഫ് കാപ്പാട് ഇൻ കോഴിക്കോട് അല്ലേ. കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത്, പന്തലായനി കൊല്ലം എന്നായിരുന്നു പണ്ടത്തെ പേര്. അപ്പോൾ കോഴിക്കോട് കാപ്പാട് 1498 1498 മറന്നു പോകരുത്. ആൻസർ ഇതാട്ടാ, 1498 1498 ആര്? നമ്മുടെ വാസ്കോ ഡി ഗാമ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങും. ഓക്കെ, മറന്നു പോകരുത്, ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് വൺ, ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടിയാണത്. വാട്ട് ആർ ദി മെയിൻ ട്രേഡ് സെൻറ്റർ ഓഫ് പോർച്ചുഗീസ് ഇൻ ഇന്ത്യ? പോർച്ചുഗീസുകാർ അപ്പോൾ അവർ ട്രേഡിന് വേണ്ടിയിട്ടാണ് ആദ്യം വന്നത്. പിന്നീട് അവർ പൊളിറ്റിക്കൽ ഇൻവേഷന് വേണ്ടി, പൊളിറ്റിക്കലായുള്ള ഹയറാർക്കിക്ക് വേണ്ടി അവർ എന്ത് ചെയ്ത് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ആർ ദി മെയിൻ ട്രേഡ് സെൻറ്റർ ഓഫ് പോർച്ചുഗീസ് ഇൻ ഇന്ത്യ? പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ പറയുന്നത് ഗോവ, ദാമൻ ആൻഡ് ദിയു. ഓപ്ഷൻ ബി പറയുന്നത് കൽക്കട്ട, കൊല്ലം ആൻഡ് കണ്ണൂർ. ഓപ്ഷൻ സി പറയുന്നത് സൂറത്ത്, അഹമ്മദാബാദ് ആൻഡ് മാഹി. ഓപ്ഷൻ ഡി പറയുന്നത് മദ്രാസ്, പോണ്ടിച്ചേരി ആൻഡ് കൊച്ചി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ആൻസർ പറയാൻ വേണ്ടി ശ്രമിച്ചോളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഗോവ, ദാമൻ ആൻഡ് ദിയു എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണെന്ത് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. ഓക്കെ, വീണ്ടും ഒരു ഹിസ്റ്ററി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ, ഓക്കെ, ട്രാവൻകൂറിലെ കിങ് ആയിരുന്നു ആര്? മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. ഓക്കെ, മാർത്താണ്ഡവർമ്മ. അപ്പോൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ കച്ചവട ബന്ധവുമായി ഉണ്ടായ തർക്കങ്ങൾ, ട്രേഡ് കോൺഫ്ലിക്റ്റ് ഉണ്ടായി. കച്ചവട ബന്ധവുമായി കച്ചവടം നടത്തുന്നതുമായി ബന്ധപ്പെട്ട്, ട്രേഡ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കോൺഫ്ലിക്റ്റ്, സംഘർഷം, ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടായി. അപ്പോൾ അതിന് പറയുന്നൊരു ആ ഒരു ഏറ്റുമുട്ടലിനെ പറയുന്നൊരു സംഭവമാണെന്ത്? കുളച്ചൽ വാർ എന്ന് പറയുന്നത്. കുളച്ചൽ യുദ്ധം എന്ന് പറയും. അപ്പോൾ ഏത് ഇയറാണ്, ഏത് വർഷമാണ് ഈ കുളച്ചൽ യുദ്ധം നടന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ എ 1741, ഓപ്ഷൻ ബി 1453, ഓപ്ഷൻ സി 1857 1857, ഓപ്ഷൻ ഡി 1864 1864. അപ്പോൾ ആൻസർ വരുന്നത് 1741 1741 ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മാർത്താണ്ഡവർമ്മ, അതുപോലെ തന്നെ നമ്മുടെ കുളച്ചൽ യുദ്ധത്തെക്കുറിച്ചൊക്കെ ഒരുപാട് തവണ ചോദിച്ചതാണ്. നെക്സ്റ്റ് വൺ ഒരു എക്കണോമിക്സ് വിഭാഗത്തിൽ പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ഭക്ഷ്യസുരക്ഷാ നിയമം. ഓക്കെ,
ഫുഡ് സേഫ്റ്റി ലോ അല്ലേ, ഭക്ഷ്യസുരക്ഷാ നിയമം പാസ്സാക്കിയിട്ടുള്ള വർഷം. ഓക്കെ, ഭക്ഷ്യസുരക്ഷാ നിയമം പാസ്സാക്കിയിട്ടുള്ള വർഷം. അപ്പോൾ ഓപ്ഷൻ എ പറഞ്ഞ് 2020 ഉണ്ട്, ഓപ്ഷൻ ബി 2021, ഓപ്ഷൻ സി 2013, ഓപ്ഷൻ ഡി 2014. അപ്പോൾ ഭക്ഷ്യസുരക്ഷാ നിയമം പാസ്സാക്കിയിട്ടുള്ള വർഷമാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 2013 ആണ്. അപ്പോൾ 2013 എന്ത് ഭക്ഷ്യസുരക്ഷാ നിയമം എന്ത് ചെയ്യുന്നത് പാർലമെൻറ്റ് പാസ്സാക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വീണ്ടും ഹിസ്റ്ററിയിൽ നിന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 1857 1857 റിവോൾട്ട്. ഇതിനെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നും പറയാറുണ്ട്, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇതിനെ സിപ്പായി മ്യൂട്ടിനി എന്നും ചില ഹിസ്റ്റോറിയൻസ് ചരിത്രകാരന്മാർ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു കലാപത്തെക്കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. 1857 മിക്കവാറും നിങ്ങൾക്ക് എക്സാമിന് USS പോലുള്ള എക്സാമുകൾക്ക് ഇതിൻ്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ അവർ കലാപം നടത്തിയിട്ടുള്ള ഏരിയയൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഫൈസാബാദ് അപ്പോൾ ഒരുപാട് കേന്ദ്രങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഡൽഹിയിലാണെങ്കിൽ നമ്മുടെ ജനറൽ ഭക്ത് ഖാനും അതുപോലെ തന്നെ നമ്മുടെ ബഹദൂർ ഷാ സഫറുമായിരുന്നത് ഈ വാറിൽ ലീഡർഷിപ്പ് ഏറ്റെടുത്തത്. ലക്നൗവിലാണെങ്കിൽ ആരാണ് ബീഗം ഹസ്രത് മഹലാണ്, കാൺപൂരിലാണെങ്കിൽ ആരാണ് നാനാ സാഹിബാൻ താന്തിയ തോപ്പി. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫൈസാബാദിൽ ആരാണ് ഈ ഒരു കലാപത്തിന് 1857 കലാപത്തിന് 1857 റിവോൾട്ടിൽ നേതൃത്വം കൊടുത്ത ആളെ പേരാണ് ചോദിച്ചത്. അപ്പോൾ ആൻസർ വരുന്നത് മൗലവി അഹമ്മദുള്ളയാണ്. ഓക്കെ, മൗലവി അഹമ്മദുള്ളയാണ് ആൻസർ വരുന്നത്. ഓക്കെ, ബീഗം ഹസ്രത് മഹൽ എവിടെയാണ്? നമ്മുടെ ലക്നൗവിലാണ് അല്ലേ. ലക്നൗവിലാണ് ആര് നമ്മുടെ ബീഗം ഹസ്രത് മഹൽ. ഓക്കെ, കൻവർ സിംഗ് എന്ന് പറഞ്ഞാൽ ആറ എന്ന് പറയുന്ന സ്ഥലത്താണെന്ത് നമ്മുടെ കൻവർ സിംഗ്, ബീഹാറിലാണ് ആറ. ഓക്കെ, റാണി ലക്ഷ്മിബായി എവിടെയാണ്? താൻസിയിലാണ്. താൻസി ആൻഡ് ഘോളിയോറിലാണ് ആര് നമ്മുടെ റാണി ലക്ഷ്മിബായി നമ്മുടെ 1857 കലാപത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഓക്കെ.